ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ട് നല്ലൊരു അടിപൊളി വെണ്ടയ്ക്ക അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതൊരു പഴയകാല ഒരു അച്ചാറാണ്. ഞങ്ങളെ വെള്ളിമ്മക്ക് ഉണ്ടാക്കിയിരുന്ന അച്ചാർ. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് അച്ചാർക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഞാനൊരു 10-12 വെണ്ടയ്ക്ക എടുത്തിട്ട് ചെറുതാക്കി എരിഞ്ഞ് വെച്ചിരുന്നു. പിന്നെ കറിവേപ്പില, ഒരു വലിയ സ്പൂൺ മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ചെറുതാക്കി എരിഞ്ഞ് ചെറിയുള്ളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചെറുതാക്കി അരിഞ്ഞ വെളുത്തുള്ളി, പച്ചമുളക്, ഒരു തക്കാളി, പിന്നെ കുറച്ച് പുളി പിഴിഞ്ഞതും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ചട്ടി ഗ്യാസിലിട്ടാണ് വെച്ച് കൊടുക്കാം. അപ്പോൾ ചട്ടിയൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ എന്ത് നല്ല ടേസ്റ്റ്. നിങ്ങളൊരു പ്രാവശ്യങ്ങൾ ഇത് ഉണ്ടാക്കി വെക്കണം. ഉണ്ടാക്കിയവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കലുണ്ടോ എന്നൊക്കെ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ചെറുതാക്കി എരിഞ്ഞ് വെച്ച വെളുത്തുള്ളി ഉണ്ടല്ലോ, അത് അതിലേക്കാണ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ഇങ്ങനെ മൂപ്പിച്ച് എടുക്കണം. പിന്നെ നമുക്കതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞതും ഇട്ടെടുക്കണം. നമ്മൾ ചെറിയുള്ളിയൊക്കെ ഇതിലേക്ക് ഇട്ടെടുത്തതിന് ശേഷം ഒരു കയ്യിലുകൊണ്ട് എല്ലാവരും ചട്ടകം കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് തീ കൂട്ടിയൊക്കെ ഒന്നും വേണ്ട കേട്ടോ, കരിഞ്ഞു പോകും. ഒരു മീഡിയം ഇതിൽ തീയിട്ടതിന് ശേഷം നന്നായിട്ടിത് നല്ലൊരു ബ്രൗൺ കളറാവുന്നത് വരേക്ക് ഇത് മൂപ്പിച്ചെടുക്കണം കേട്ടോ. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് തോനെ ഇട്ട് കൊടുത്തില്ലെങ്കിൽ കറിവേപ്പില നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. നമ്മളെ ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. നമ്മളെ ചെറിയുള്ളിയും ഇതൊക്കെ കേട്ടോ. നന്നായിട്ട് ബ്രൗൺ കളറായി വന്നതിന് ശേഷം നമുക്കിത് കോരി ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. ചെറിയുള്ളിയും വെളുത്തുള്ളിയും അതങ്ങോട്ട് കോരി വെക്കാം. വെളിച്ചെണ്ണ വേണമെന്നില്ല, അങ്ങോട്ട് നന്നായിട്ട് ഇങ്ങോട്ട് കോരിയെടുത്ത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിത് മുഴുവനായിട്ടൊരു പാത്രത്തേക്കാണ് കോരി വെച്ചിട്ടുണ്ട്. ആ വെളിച്ചെണ്ണയ്ക്ക് തന്നെ ഞാൻ അരിഞ്ഞ് വെച്ച വെണ്ടയ്ക്ക ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് പറഞ്ഞ വെളിച്ചെണ്ണ കോരണ്ടാന്ന്. അപ്പോൾ വെളിച്ചെണ്ണ ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വെളിച്ചെണ്ണ കുറവില്ലെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ കുറച്ച് ഇറ്റിച്ച് കൊടുത്തോളി, നമുക്കിത് ഭാഗ്യേനി കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ വേണ്ട വഴണ്ട് കിട്ടുമല്ലോ. മൂടി വെച്ചിട്ട് വേവിക്കണ്ട കേട്ടോ, മൂടി തുറന്ന് വെച്ചിട്ട് തന്നെ ഇങ്ങോട്ട് വേവിച്ചെടുത്താൽ മതി. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മളെ വെണ്ടക്കൊക്കെ ഏകദേശങ്ങളൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇടക്കൊക്കെ ഒന്നേനെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അങ്ങനെ അടി പിടിക്കും. നല്ല കരിച്ച് മുരിച്ച് പിടിക്കൊന്നും വേണ്ട, പിന്നെ വേവിക്കാനുള്ളതല്ല. ഒന്നും കണ്ട് വാടി കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മളെ വെണ്ടക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ വെണ്ടക്ക ഒരു വേറെ പാത്രത്തിലേക്കാണ്ട് മാറ്റി വെക്കണം. വേറൊരു പാത്രത്തിലേക്കാണ്ട് കോരി വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പൊരിച്ച ചട്ടിക്ക് തന്നെ ഞാൻ നമ്മൾ എടുത്ത് വെച്ച തക്കാളി, ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചെറുതാക്കി എരിഞ്ഞ പച്ചമുളക് ഉണ്ടല്ലോ അത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മളെടുത്ത് വെച്ച ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളിവെള്ളം പിഴിഞ്ഞതുണ്ടല്ലോ അത് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ പുളി നമുക്ക് നോക്കണം, പുളി ഉണ്ടോ ഇല്ലേ എന്നൊക്കെ. കുറവുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മളെടുത്ത് വെച്ച മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂണ് മുളകും പൊടി, പിന്നെ ഉപ്പുണ്ടല്ലോ അത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. തീ കുറച്ച് വെക്കണേ, അല്ലെങ്കിൽ നമ്മൾ പൊടികളൊക്കെ ഒന്ന് കരിഞ്ഞു പോകും. അപ്പം ഞാനത് തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് അതിൽ മുളകിൻ്റെ ഒക്കെ കുത്തൽ മാറുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇത് നമ്മളത് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് അച്ചാറും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ചാറും പൊടി നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ മുളക് പൊടി കൊണ്ട് തന്നെ ഉണ്ടാക്കാം കേട്ടോ.
അച്ചാറും പൊടി ഉണ്ടായപ്പോൾ ഞാൻ അത് ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ ഇതങ്ങനെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് കുറവുണ്ടായപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് കുറവാണ്, അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് കുറവുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുളി നോക്കിയപ്പോൾ കുറച്ച് കുറവ്, അപ്പോൾ പുളി പിന്നെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ച വെണ്ടയ്ക്ക ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ വെണ്ടയ്ക്ക ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായിട്ട് തിളച്ച് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ മൂപ്പിച്ചതുണ്ടല്ലോ, അത് ഇതിലേക്കാണ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉപ്പുണ്ടാന്നൊക്കെ നോക്കുക, ഉപ്പ് കുറവുണ്ടെങ്കിലൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് തിളച്ച് വന്നിട്ട് നല്ല അടിപൊളി അച്ചാറാട്ടോ. അത് നമ്മളൊരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി വെക്കണം. ചോറ് പോണ വഴി അറിയില്ല മക്കളെ. അപ്പോൾ നമ്മൾ വെണ്ടക്ക അച്ചാറൊക്കെ ഇത് റെഡി ആയപ്പോൾ ഞാൻ ഗ്യാസ് കൊണ്ട് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ എന്തായാലും ഉണ്ടാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യണം. നിങ്ങൾ വീഡിയോ കാണുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം, എങ്ങനെയുണ്ട് ഈ